നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭഗവാനെ, ആപത്തൊന്നും സംഭവിക്കല്ലേ. വരുൺ എന്നെ കാണല്ലേ. താലിയിൽ കുങ്കുമം ചേർത്തുന്ന ചടങ്ങിന് വരന്റെ സാന്നിധ്യം കൂടെ വേണം. വാ. കണ്ണ് കുറേശ്ശെ തെളിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒന്നും ക്ലിയർ അല്ല. അത് കാര്യാക്കണ്ട, അഡ്ജസ്റ്റ് ചെയ്ത് വന്നാ മതി. ബാക്കി ഞാനേറ്റു. വാ പതുക്കെ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. നന്നായിട്ടുണ്ട്. ഇതെന്തു പറ്റി? കല്യാണം കഴിഞ്ഞപ്പോ മുതല് ഇവൻ ബിജുവിന്റെ കൈ പിടിച്ചാണല്ലോ നടക്കുന്നത്. ചടങ്ങനുസരിച്ച് മണവാട്ടിയുടെ കൈ പിടിച്ചാണല്ലോ നടക്കേണ്ടത്. അതെ, ഇന്നത്തോടെ എന്റെ കൈവിട്ട് പോവുകയല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് മുറുക്കി പിടിക്കുന്നതാ. എടാ, നമ്മുടെ ബന്ധുക്കളൊക്കെ എന്താ പറഞ്ഞെന്നറിയോ? പ്രിയങ്ക മോളെ കാണാൻ ഒരു സിനിമാ നടിയെ പോലെ ഉണ്ടെന്ന്. വെറുതെയാണോ അമ്മേ അവന് പ്രിയങ്കയെ കണ്ട ഉടനെ ഇഷ്ടായത്? അവര് രണ്ടുപേരും ചേർന്ന് നിന്നപ്പോ എന്ത് ഭംഗിയായിരുന്നു കാണാൻ. മോളെ, പുറത്ത് തുളസിത്തറയുണ്ടല്ലോ. നമ്മുടെ കാരണവന്മാരുടെ ആത്മാവ് കുടിയിരിക്കുന്ന ഇടം കൂടിയാണെന്നാ വിശ്വാസം. കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഏത് ചടങ്ങ് ചെയ്യുമ്പോഴും അവിടുന്ന് ദീപം കൊളുത്തിയെടുക്കണം. അവരോട് അനുവാദം ചോദിക്കണം. അതാണ് നമ്മുടെ കുടുംബത്തിന്റെ ആചാരം. താലിപൂജയ്ക്കുള്ള വിളക്ക് അവിടുന്ന് കൊളുത്തിയാ എടുക്കേണ്ടത്. മുത്തശ്ശി പോയിട്ട് വരാം. ഡാ, ഇങ്ങോട്ടിരിയടാ. എന്താ മുത്തശ്ശി? എല്ലാം ഭദ്രമാണെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും വേറെ ചിലത് സംഭവിച്ചിട്ടുണ്ട്.
ചോദിച്ചല്ലടി നീ പ്രിയങ്ക കണിമംഗലത്ത് ജീവിക്കാൻ പാടില്ലെന്ന് നീ അങ്ങ് തീരുമാനിച്ചല്ലേ? വേദന എടുക്കുന്നു. ഇങ്ങനെ ഒരു ചതി നീ ഞങ്ങളോട് എന്തിനു ചെയ്തു? എന്താ അമ്മേ എന്താ ഈ കാണിക്കുന്നേ? പ്രിയങ്ക ഇപ്പൊ എന്നെ വിളിച്ചു. അവളുടെ കഴുത്തി കിടക്കുന്ന ചരടില് താലിയില്ല. ഇവളത് മാറ്റിവെച്ചു, കരുതി കൂട്ടി മാറ്റിവെച്ചു. അയ്യോ ഇല്ല മുത്തശ്ശി, എന്റെ കഴുത്തത് നിങ്ങൾ എല്ലാരും കൂടി അല്ല കഴിച്ചെടുത്തത്. അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു? പോയടി മുത്തശ്ശി ഞാൻ പറയട്ടെ. നീ അത് എന്ത് ചെയ്തു? ഞാനൊന്ന് പറയട്ടെ. അമ്മേ ചെയ്യാവുന്ന ദ്രോഹങ്ങൾ മുഴുവൻ എല്ലാവരും കൂടി ചെയ്തില്ലേ? ഇനി ഇതിന്റെ പേരിൽ സമ്മതിക്കില്ല ഞാൻ. ഇവള് പറയുന്നതിൽ കാര്യമില്ലേ? മണവാട്ടിയുടെ വേഷത്തിൽ നിന്ന് ഇവളെ മാറ്റുമ്പോ പൊട്ടിക്കരഞ്ഞോണ്ട് നിക്കായിരുന്നില്ല എന്റെ കുട്ടി. അമ്മ അമ്മ ഞാനിത് എടുത്തിട്ടില്ല, ഞാനത് കണ്ടിട്ടില്ല. യശോദേ, തർക്കിക്കാനുള്ള നേരം അല്ലത്. അവിടെ താലിപൂജ എന്നൊരു ചടങ്ങുണ്ട്, അത് നടക്കാൻ പോവാ. അതിനു മുമ്പ് പ്രിയങ്കയുടെ കഴുത്തിലിടാനുള്ള താലി അവിടെ എത്തണം. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ ഒരു താലി ഇപ്പൊ എവിടെ കിട്ടാനാ? അതും കൊണ്ട് ആർക്കാ പോവാൻ പറ്റാ? എന്താ അവരോട് പറയാ? താലി വീണു പോയെന്നോ? അതിലും വലിയ അപശകുനം വേറെ ഉണ്ടോ? എന്റെ താലി പെട്ടിക്കകത്തുണ്ട്, രണ്ടും ഒരുപോലെയാ. തൽക്കാലം അതെടുക്കാം. പക്ഷെ അതാരും അറിയാതെ പ്രിയങ്കയുടെ കയ്യിൽ എത്തണം. കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ നിനക്ക്? പറ്റില്ല, ഇവളെ പറഞ്ഞയക്കണ്ട. പറഞ്ഞയക്കണ്ട. പകരം താലിയില്ലാത്ത മകൾ ഇങ്ങോട്ട് തിരിച്ചു വരും. ആളുകളുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടാലേ ദേവൻ എന്താ തീരുമാനിക്കുന്നതെന്ന് നിനക്കറിയാലോ. അത് നിനക്ക് കാണണോ? അമ്പലത്തിൽ വരന്റെ വധുവിന്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രത്യേകം പൂജ നടത്തണം. അതിന്റെ പ്രസാദം കൊണ്ടു കൊടുക്കാനാണെന്ന് പറഞ്ഞ് കണിമംഗലത്ത് എത്തണം. ആ പ്രസാദത്തിന്റെ അടിയിൽ താലി വെച്ചാ മതി. എന്നിട്ട് അതെടുത്ത് പ്രിയങ്കയ്ക്ക് കൊടുത്തിട്ട് അത് അണിയാൻ പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ രാധികയും കൂടി പോവാം. വേണ്ട, എല്ലാവരും കൂടി ചെന്നാലേ അവര് സംശയിക്കും. മാത്രമല്ല, കല്യാണ പെണ്ണിന്റെ അമ്മ അങ്ങനെ ചെല്ലുന്നതിലും തെറ്റുണ്ട്. എന്താ, നിനക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ? ഒരു കാര്യം നീ ഉറപ്പിച്ചോ, വരുൺ നിന്നെ ഒരിക്കലും കാണാൻ പാടില്ല. അല്ലാതെ വേണം അത് പ്രിയങ്കയെ ഏൽപ്പിക്കാൻ. പോകുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാ ഇനി വരുന്ന കാര്യത്തിന് നീയാ കാരണക്കാരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.